നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട 4 ജീവനക്കാരെ ജമ്മു കാശ്മീർ സർക്കാർ പിരിച്ചുവിട്ടു. ഇവരിൽ 2 പേർ പോലീസ് കോൺസ്റ്റബിൾമാരും ഒരാൾ അധ്യാപകനും മറ്റൊരാൾ ജലശക്തി വകുപ്പ് ജീവനക്കാരനുമാണ്. പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ സെലക്ഷൻ ഗ്രേഡ് കോൺസ്റ്റബിളായ അബ്ദുൾ റഹ്മാൻ ദാർ, ജമ്മു കാശ്മീർ പോലീസിലെ റസൂൽ ഭട്ട്. ഈ ജീവനക്കാരുടെ പ്രവർത്തനങ്ങൾ നേരത്തെ രഹസ്യാന്വേഷണ ഏജൻസികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതായി എൻഫോഴ്സ്മെന്റ് വകുപ്പ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. ഇവർ തീവ്രവാദികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതായും കണ്ടെത്തിയിരുന്നു. കോൺസ്റ്റബിളായ അബ്ദുൾ റഹ്മാൻ ദാറും റസൂൽ ഭട്ടും അനധികൃത ആയുധങ്ങളും വെടിക്കോപ്പുകളും ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരിടത്തേക്ക് തീവ്രവാദികൾക്കായി എത്തിച്ചു കൊടുത്തിരുന്നു. ഇത് മാത്രമല്ല, ചില തീവ്രവാദികൾക്ക് വേഷം മാറി തുണിയും മറ്റ് സാമഗ്രികളും വാങ്ങാനും സഹായിച്ചു. പാക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകളുടെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്ന ഓവർഗ്രൗണ്ട് വർക്കേഴ്സിന്റെ ശൃംഖലയിലൂടെയാണ് റസൂൽ ഭട്ട് തീവ്രവാദികളുമായി ബന്ധപ്പെട്ടത്. അധ്യാപകനായ ഷബീർ അഹമ്മദ് ബാനി നിരോധിത വിഘടിതവാദി സംഘടനയായ ജമാഅത്തി ഇസ്ലാമിന്റെ സജീവ അംഗമാണ്. കലാപത്തിനും ആക്രമണത്തിനും ജനക്കൂട്ടത്തെ പ്രേരിപ്പിച്ച ഇയാൾക്കെതിരെ വിവിധ എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2016 ജൂലൈയിൽ ഭീകരൻ ബുർഹാൻ ബാനിയെ സുരക്ഷാ സേന വധിച്ച സമയത്ത് കലാപത്തിൽ പലയിടത്തും ജനക്കൂട്ടത്തെ പ്രേരിപ്പിക്കുകയും ചെയ്തിരുന്നു. നിരോധിത ഭീകര സംഘടനകളുടെ പ്രത്യേകിച്ച് ഹിസ്ബുൾ മുജാഹിദിനെ സഹായിക്കുകയാണ് ബഷീർ അഹമ്മദ് ഖാനി ചെയ്തത്. കുൽഗാമിലും പരിസരങ്ങളിലും തീവ്രവാദ പ്രവർത്തനങ്ങളെ നിരന്തരം സഹായിച്ചിട്ടുണ്ട്. ജലശക്തി വകുപ്പിലെ റാഷിദ് ഷാ നിരോധിത ഭീകര സംഘടനയായ അൽ ബാദർ മുജാഹിദിന്റെ സഹായിയാണ്. അൽ ബാദർ മുജാഹിദിന്റെ കമാൻഡർമാരായ യൂസഫ് ബച്ചാലോ, തമീം തുടങ്ങിയ ഭീകരരെയും ഇയാൾക്ക് നേരിട്ട് ബന്ധമുണ്ടായിരുന്നു.